ഇനി നമ്മൾ 22 ഷിഫ്റ്റ് 1 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ 14ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് ശരിക്കും നമുക്ക് ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷൻസിന്റെ കാറ്റഗറി നമുക്ക് ഡൊമൈൻ റേഞ്ചിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ ഇൻവേഴ്സ് വരുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി സൈൻ ഇൻവേഴ്സ് കയറി വന്നിട്ടുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കുന്നു. ദെൻ എന്നിട്ട് നമുക്ക് അതിനകത്ത് ഡൊമൈന് -∞ ആൽഫ, ദെൻ യൂണിയൻ ബീറ്റ ഗാമ, ദെൻ മൈനസ് നമ്മുടെ ഡെൽറ്റ, ദെൻ 6 ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യാം. നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന് എക്സിന്റെ വാല്യൂ -1നും 1നും ബിറ്റ്വീനാണ്. അപ്പോൾ നമുക്ക് 5 - x ഡിവൈഡ് ബൈ 3 + 2x എന്ന് പറഞ്ഞത് എന്തിനൊക്കെ ബിറ്റ്വീൻ ആയിരിക്കും നമുക്ക് നിൽക്കുന്നത്? -1നും 1നും ബിറ്റ്വീൻ ആയിരിക്കും നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, റെഡി. ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. റെഡി. അപ്പോൾ നമുക്ക് 5 - x ഡിവൈഡ് ബൈ 3 + 2x ദെൻ ഗ്രേറ്റർ ദാൻ -1 നമുക്ക് കിട്ടാം. സോ അവിടെ നമുക്ക് സോൾവ് ചെയ്യുന്നു. സോ 5 - x ഡിവൈഡ് ബൈ 3 + 2x + 1 ദെൻ ഇവിടെ 0 വരും. ദെൻ 5 - x + 3 + 2x ഡിവൈഡ് ബൈ 3 + 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 8 + x ഡിവൈഡ് ബൈ 3 + 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. റെഡി അല്ലേ മക്കളെ? ഓക്കെ, ദെൻ നമുക്കറിയാം ഇതിൻ്റെ സ്ക്വയറും ഉണ്ട്. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയറും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ആണ് രണ്ട് സൈഡിൽ. ന്യൂമറേറ്ററിലും രണ്ട് സൈഡിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അതായത് 3 + 2x ഹോൾ സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്നുള്ളത് അല്ലേ. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് പോകും. ദെൻ താഴെ നമുക്കൊരു 3 + 2x ഉള്ളത് കൊണ്ട് ഇത് രണ്ടും ഒരെണ്ണം വെച്ച് കട്ടായി പോകും. സോ നമുക്ക് 3 + 2x × 8 + x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഒന്ന് നമുക്ക് 3 + 2x നമ്മൾ 0യോടെ ഇക്വേറ്റ് ചെയ്താൽ 3 = -2x എന്ന് വരും. ദെൻ x = നമുക്ക് -3/2 കിട്ടും. ഇവിടെ ദെൻ x = നമുക്ക് -8 എന്ന് കിട്ടും. സോ നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -8 ആണോ -3/2 ആണോ ഏറ്റവും വലുത്? -8 ആണ് ആദ്യം വരേണ്ടത്. -3/2 രണ്ടാമത് വരണം. ദെൻ പ്ലസ് മൈനസ് പ്ലസ് നമ്മൾ കൊടുക്കും. റെഡി. അപ്പോൾ നമുക്കറിയാം ഇൻക്രീസിങ് ആയതുകൊണ്ട്, അതായത് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഇത് രണ്ടും വരേണ്ടത്. സോ നമുക്ക് -∞ to -8 അത് ഉൾപ്പെടെയാണ്. യൂണിയൻ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇത് -3/2 എന്ന് പറയുന്നത് നമുക്ക് ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റുമോ? നോക്കിക്കേ, നിങ്ങളുടെ ഇവിടെ നമ്മൾ എക്സിന് -3/2 കൊടുത്ത് 2 പോയി കഴിഞ്ഞാൽ 3 - 3 0 ആവും. അപ്പോൾ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ കൊടുക്കണം. -3/2 ദെൻ ഇൻഫിനിറ്റി. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരെണ്ണേ നമ്മൾ ചെയ്തുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് ഇത് ചെയ്യണം അല്ലേ. സോ നെക്സ്റ്റ്, സോ 5 - x ഡിവൈഡഡ് ബൈ 3 + 2x പിന്നെ എന്താ മക്കളത്? << 1. ഇവിടെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ന്യൂമറേറ്ററിൽ അപ്പുറത്തും ഇപ്പുറത്ത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്യണം. സോ 5 - x ദെൻ 3 + 2x -1 = 0. ഓക്കെ, സോ 5 - x -3 - 2x ഡിവൈഡ് ബൈ 3 + 2x << 0. ദെൻ 5 - 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഇത് -3x കിട്ടും. ഇത് 3 + 2x കിട്ടും << 0. റെഡി അല്ലേ? സോ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് 3 + 2x കിട്ടും. ദെൻ ഇത് 2 - 3x ദെൻ നമുക്കത് കിട്ടും << 0. സോ അപ്പോൾ ഇവിടെ ഇത് ഞാൻ 3x - 2 ആക്കാൻ പോവാം. അപ്പോൾ ഒരു മൈനസ് മുന്നേ വരും. അപ്പോൾ 3 + 2x ദെൻ ഇത് 3x - 2 ആയി. അപ്പോൾ ഇത് << 0. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസ് പോവും. ഇതെന്താകും? ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുമാകും. റെഡി മക്കളെ? ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് 3 + 2x = 0. ഇവിടുന്ന് 2x = -3, x = -3/2 കിട്ടും. നെക്സ്റ്റ് 3x = 2ൽ നിന്ന് x = നമുക്ക് 2/3 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് നമ്പർ ലൈനിൽ വരച്ചാൽ ഒന്ന് -3/2, ഒന്ന് 2/3. ഒന്ന് -3/2, മറ്റൊന്ന് 2/3.
സോ ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് പ്ലസ് കൊടുത്താൽ നമുക്ക് ഇൻക്രീസിങ് ആണ് വേണ്ടത്. സോ നമുക്ക് ഇവിടെ ടു ഇവിടം വരെ ഇവിടെ ടു ഇവിടം വരെ വരും. പക്ഷെ നമ്മൾക്ക് ഇവിടെ ഒരു വാല്യൂ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഏതാ? ഇതിനകത്ത് നമുക്ക് നമ്മുടെ -3/2 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് 0 ആയിപ്പോൾ. അപ്പോൾ -3/2 നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ വലിയ കാര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നമുക്ക് -∞ ടു -3/2 എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? 2/3 എടുക്കാം. 2/3 ടു ഇൻഫിനിറ്റി. ഓക്കെ, റെഡി അല്ലേ മക്കളെ? സോ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കേണ്ടി വരും. ഏതൊക്കെ? ഇപ്പം ഇതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ നമുക്ക് വേണം. റെഡിയാണല്ലോ? ഓക്കെ, കുറച്ച് പണിയുണ്ട് അല്ലേ? സോ അപ്പോൾ നമുക്ക് നമ്പർ ലൈനിൽ ടോട്ടൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ടോട്ടൽ നമുക്ക് ഏതൊക്കെയാണ്? -8 ഉണ്ട്, പിന്നെ നമുക്ക് -3/2 ഉണ്ട്, ദെൻ 2/3 ഉണ്ട്. സോ ആദ്യത്തെ കേസിൽ നമുക്ക് ഏതാ വരുന്നത്? -8 ടു -∞ ടു -8 ഉണ്ട്, അതുണ്ട്. നെക്സ്റ്റ് -3/2 ടു ഇൻഫിനിറ്റി. -3/2 ഇല്ല ടു ഇൻഫിനിറ്റി. ദെൻ അടുത്ത് -∞ ടു -3/2 അത് ഇല്ല. അത് വേറെ കളർ കൊടുക്കാം. ഇത് ഇല്ല. ദെൻ അടുത്തത് 2/3 ടു ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ രണ്ട് കളറും വരുന്നത് നമുക്ക് ഇതാണ്ട് ഈ പോർഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോമൺ വരും നമുക്ക് എന്താണ്? -∞ ടു -8 വരും. യൂണിയൻ നമുക്ക് 2/3 ടു ഇൻഫിനിറ്റി വരും. അപ്പോൾ അത് കിട്ടിയേ. ഇനി നമുക്ക് ഒരു സാധനം കൂടിയുണ്ട്. ഏതാണ്? ഇതാണ് വേണ്ടത്. log 10 - x അല്ലേ? അതാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. 1/log 10 - x. നമുക്കറിയാം, ആദ്യം ലോഗിൻ്റെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ 10 - x ഒരിക്കലും 0 ആകാൻ പാടില്ല. 1 > 0 ആണ്. സോ നമുക്കറിയാം 10 > x, അത് x <10. എക്സിൻ്റെ വാല്യൂ <10 ആവണം. ദെൻ 1 വരുന്നുണ്ട്. ഈ സാധനം ഒരിക്കലും 0 ആവരുത്. ഇത് 0 ആവരുതെന്ന് പറഞ്ഞാൽ log 1 ആണ് 0 ആവുന്നത്. അപ്പോൾ 10 - x ഒരിക്കലും എന്താകാൻ പാടില്ല? 1 ആവരുത്. അതായത് x ഒരിക്കലും എന്താവരുത്? 9 ആവരുത്. റെഡി? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ഇവിടെ ഇൻഫിനിറ്റി വരെ വരുന്നു, പക്ഷെ നമുക്ക് 10നേക്കാൾ താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ 10 നമുക്ക് കൊടുക്കാം. സോ അപ്പോൾ നമ്മുടെ ഡൊമൈൻ -∞ ടു -8 യൂണിയൻ 2/3 ടു 10. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 9 നമ്മൾ കുറയ്ക്കണം, കാരണം 9 എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ. സോ ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ, ഇത് ഡെൽറ്റ. സോ നമുക്ക് 6 × -8 + 2/3 + 10 ദെൻ +9. സോ ഇതാണ് നമ്മുടെ വാല്യൂ വേണ്ടത്. നമുക്ക് 17 കിട്ടും. ഓക്കെ, 70. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. റെഡി?